നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ സ്വർണ്ണവിലയിൽ വൻ ഏറ്റക്കുറച്ചിലുകളാണ് സംഭവിക്കുന്നത്. മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയ ശേഷം ആദ്യ ബജറ്റിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം സ്വർണ്ണവില അതിവേഗം കുറഞ്ഞിരുന്നു. എന്നാൽ ഏകദേശം 67,000 രൂപയിലേക്ക് താഴ്ന്ന ശേഷം ഓഗസ്റ്റിൽ ഇത് വീണ്ടും 70,000 രൂപയിലേക്ക് ഉയർന്നു. ബുധനാഴ്ച മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണത്തിന്റെ വില പെട്ടെന്ന് 478 രൂപയായി കുറഞ്ഞു. വ്യാഴാഴ്ചയും ഇതേ വിലക്കുറവാണ് സംഭവിക്കുന്നത്. മറുവശത്ത് നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലെത്തി. MCXൽ നിന്നും ആഭ്യന്തര വിപണിയിലേക്ക് വില കുറഞ്ഞ് ഒന്നാമതായി. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ അതിന്റെ വില 478 രൂപ കുറഞ്ഞു. ഒക്ടോബർ 4-ന് അവസാനിക്കുന്ന ഭാവി സ്വർണത്തിന്റെ വില 10 രൂപയ്ക്ക് 71,644 രൂപയായി കുറഞ്ഞു. ഗ്രാം വ്യാപാരം നടക്കുമ്പോൾ 72,075 രൂപ വരെ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഇടിവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ചയും MCXൽ സ്വർണ്ണവില ഇടിഞ്ഞു. ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞു. ഗുണനിലവാരം ഓഗസ്റ്റ് 27, 28 തീയതികളിൽ 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 71,762 രൂപയും 22 കാരറ്റ് സ്വർണത്തിന് 71,475 രൂപയും 20 കാരറ്റ് സ്വർണം 65,734 രൂപയുമായിരുന്നു വില. എന്നാൽ പാകിസ്ഥാനിലെ 10 ഗ്രാം സ്വർണത്തിന്റെ വില നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇന്ത്യയിലെ സ്വർണ്ണവില 10 ഗ്രാമിന് 70 മുതൽ 72,000 രൂപയിൽ വ്യാപാരം ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ സ്വർണത്തിന്റെ വില ഉയർന്ന നിലയിലാണ്. Gold.pk പറയുന്നതിനനുസരിച്ച് ബുധനാഴ്ച പാകിസ്ഥാന്റെ തലസ്ഥാനമായ കറാച്ചിയിൽ 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന്റെ വില PKR 2,28,270 രൂപ 40 പൈസയാണ്. അതായത് PKR എന്ന് പറയുന്നതാണ് പാകിസ്ഥാൻ രൂപ. അവിടെ $1 സ്വർണത്തിന്റെ വില 2,66,250 രൂപയാണ്. വില 2 ലക്ഷത്തിന് മുകളിലാണ്. ഇപ്പോഴും ഇന്ത്യയേക്കാൾ വില കുറവാണ് പാകിസ്ഥാനിലെ സ്വർണ്ണവില. 10 ഗ്രാമിന് 2 ലക്ഷം കടന്നെങ്കിലും ഇന്ത്യൻ കറൻസിയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഇന്ത്യയെ അപേക്ഷിച്ച് പാകിസ്ഥാനിൽ സ്വർണത്തിന് ഇപ്പോഴും വില കുറവാണ്. യഥാർത്ഥത്തിൽ ഒരു പാകിസ്ഥാൻ രൂപയുടെ മൂല്യം 0.3008 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ഇത് പ്രകാരം 2,28,270 പാകിസ്ഥാൻ രൂപ 68,654 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണെന്ന് അർത്ഥം. ഇതിനനുസരിച്ച് കണക്കാക്കിയാൽ 24 കാരറ്റ് 10 ഗ്രാം സ്വർണത്തിന് പാകിസ്ഥാനിൽ ഇപ്പോഴും ഇന്ത്യൻ ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവിലയേക്കാൾ 3,036 രൂപ കുറവാണ്. ആഭരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന സ്വർണം ഏതാണ്? സ്വർണം വാങ്ങുന്നതിന് മുൻപ് അതിന്റെ ഗുണനിലവാരം തിരിച്ചറിയുന്നത് പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. 22 കാരറ്റ് സ്വർണം മാത്രമാണ് ആഭരണ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. ചിലർ 18 കാരറ്റ് സ്വർണവും ഉപയോഗിക്കുന്നു. കാരറ്റിനനുസരിച്ചാണ് ആഭരണങ്ങളിൽ ഹോൾമാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ 999 രൂപ, 23 കാരറ്റ് 958, 22 കാരറ്റ് 916, 21 കാരറ്റിൽ 875, 18 കാരറ്റിൽ 780 എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സൈസ് തീരുവ, സംസ്ഥാന നികുതികൾ, മേക്കിംഗ് ചാർജുകൾ എന്നിവ കാരണം രാജ്യത്തുടനീളം സ്വർണ്ണാഭരണങ്ങളുടെ വില വ്യത്യാസപ്പെടുന്നുണ്ട്.